ഈ രാജമൗലിയൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ബാഹുബലി എടുത്തതിനു ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത്? അത് അദ്ദേഹത്തെ ബാധിക്കും. പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കത് ഒരു വർഷം ഇറങ്ങുന്ന പടത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു. തേങ്ങയ്ക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത്. നീ എന്തിനാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. സീരിയസ്ലി എന്തിനാണ് അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല. അല്ല, എന്നാലും അത് എന്തിനു കൊടുത്തു? അത് തന്നെ. ഓപ്പൺ ഹേമർ ഏത് പടം? മറ്റേ നോളൻ. ഈ ടെലിഗ്രാം അയക്കണേ. നടന്മാരെ കാര്യങ്ങൾ ഇതിന്റെ അപ്പുറം കോമഡി. 100 കോടി ഇല്ലെങ്കിൽ അവനെ നനങ്ങൂല. ടോളിവുഡ്, സാൻഡൽവുഡ്, മോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്, എന്ത് വുഡ്, ഇത് ഒരു വുഡ് ശരിയല്ല. ആർക്കും ആർട്ടിനോടൊരു സ്നേഹമില്ല. അതൊക്കെ ആ പഴയ പടങ്ങൾ എന്ത് രസമായിരുന്നല്ലേ, പ്രകൃതിപരമായ ആർട്ടൊക്കെ ഉണ്ടാക്കി. എന്റെ കയ്യിലെല്ലാം കിട്ടിയിരുന്ന ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാള ഇൻഡസ്ട്രിയെ എടുത്ത് ഞാൻ മോളി കയറ്റിയാനാ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, മിണ്ടായി. നീ പറ. നടൻ യദു കൃഷ്ണയ്ക്ക് ഇത്രയും സാലറിയുടെ ആവശ്യമുണ്ടോ? സാലറിയുടെ കാര്യമല്ല, യദു കൃഷ്ണയ്ക്ക് കരിയറിൽ ഒരു ശ്രദ്ധയില്ല. എന്റെ പൊന്നാളിയാ സത്യം, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. നിങ്ങൾ സിനിമയുടെ കാര്യമൊക്കെ വിട്, നമ്മളെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിനിമാ കാര്യം വിടുമുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. താല്പര്യമില്ല, നീ മിണ്ടാതിരി. എന്തേലും മനസ്സ് വെച്ചിട്ടാണോ ഹാഷിർ നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? തേങ്ങയില്ല, നീ മിണ്ടാതിരി. അജയ്ക്ക് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് സാലറി. അതിലിരിക്കാൻ ജോലി റിസൈൻ ചെയ്തു. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അജയ്ക്ക് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. ഇവൻ എങ്ങനെ അവന്റെ കരിയർ കൊണ്ടുപോകും? എടാ, ഈ പോക്ക് പോവാണെങ്കിൽ അവന്റെ മകളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കേണ്ടി വരും. എന്തായാലും അത്രയും ദാരിദ്ര്യം അവന് വന്നിട്ടില്ല. അത് കാര്യം. ഗൾഫിൽ നല്ലൊരു ജോലി കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തിന്റെ കഴപ്പ്? അവനൊന്നും കരിയറിൽ വലിയ ശ്രദ്ധയില്ല. കരിയറിന്റെ സ്പെല്ലിംഗ് പോലും നേരെ അറിഞ്ഞൂടെ? അളിയൻ പറയാളിയാ കരിയറിന്റെ സ്പെല്ലിങ്. അല്ല, അത് പോട്ടളിയാ. എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങ് ഉരുട്ടി കൊടുക്കാൻ പറ്റും ദൈവത്തിന്. അത് പതിയെ പതിയെ കരിയർ ബിൽഡ് ചെയ്തെടുക്കണം. നമ്മളെ കരിയർ എന്താണ്? കരിയർ എന്ന് പറയുമ്പോ അത് പിന്നെ കരിയർ എന്നൊക്കെ പറയുമ്പോ അല്ല, നമ്മളെ കരിയർ അന്വേഷിച്ച് പോയാ പിന്നെ ഇവരെ കരിയറിനെ പറ്റി ആര് വേവലാതിപ്പെടും? അതാണ് നമ്മളെ കരിയർ. ഉത്തരം കിട്ടി. സൂപ്പർ. ദിസ് വാസ് ദ ആൻസർ ഐ വാസ് സീക്കിംഗ് ഫോർ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഇതിന്റെ ഇടയിൽ കൂടെ ചീത്ത വിളിച്ചാൽ ഇംഗ്ലീഷിൽ. ഓ മാൻ, നോ എഡ്യൂക്കേഷൻ. ഈ നാസക്ക് ഇപ്പൊ കരിയർ ബിൽഡിങ്ങിനെ പറ്റി ഒരു ചിന്തയില്ല. കരിയർ ബിൽഡിംഗ് അല്ലല്ലോ, റോക്കറ്റ് ബിൽഡിംഗ് അല്ലേ? അല്ല, ഈ ലാസ്റ്റ് ടൈം അവര് റോക്കറ്റ് വിട്ട് എപ്പോഴാ? അല്ല, ഈ തുമ്പയിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഒന്നുമില്ല, വീട്ടിൽ പോടെ.